ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബിയുടെ ശത്രുക്കളല്ല, ജൂതന്മാർ നബിയുടെ ശത്രുക്കളല്ല, ഹിന്ദുക്കൾ നബിയുടെ ശത്രുക്കളല്ല, ഒന്നും ശത്രു. അതേ സമയത്ത് ഹെൽനൈസേഷൻ ശത്രുത വരും. എന്തുകൊണ്ട്? ഗ്രീക്കിൻ്റെ ഐഡിയോളജി ലോകത്തെ എല്ലാ വെളിച്ചത്തിനെയും കെടുത്തിക്കളയലാണ്. അപ്പോൾ ഗ്രീക്ക് വൽക്കരണം നടത്തപ്പെട്ടാൽ അത് അവരിലും കയറും. ഇപ്പോൾ ഏഷ്യൻ ഐഡിയോളജി ഒരു യൂറോപ്പിൻ്റെ ശരീരത്തിലേക്ക് വന്നാൽ ഏഷ്യൻ മനസ്സായിരിക്കും അയാൾക്ക്. അതേ സമയത്ത് ഒരു ഹെൽനൈസേഷൻ ഒരു ഏഷ്യക്കാരനിലേക്ക് വന്നാൽ അയാളുടെ താല്പര്യം എന്തിൻ്റെതായിരിക്കും? എന്തിൻ്റെതായിരിക്കും? യൂറോപ്പിൻ്റെതായിരിക്കും. നമ്മൾ സമന്വയ വിദ്യാഭ്യാസത്തെ നമ്മൾ ഭയത്തോടെ കാണണമെന്ന് പറയാൻ കാരണം എന്താണ്? രണ്ട് വിദ്യാഭ്യാസം നേടിയ ആൾ എന്തിലും ആക്ട് ചെയ്യാം. ചിലപ്പോൾ യൂറോപ്പിൽ ആക്ട് ചെയ്യും, അപ്പോൾ നമ്മൾ അവരെ പള്ളിയിലാക്കിയ പള്ളി കൊടുക്കും. തിരിച്ചു ആക്ട് ചെയ്യാം. അങ്ങനത്തെ ആക്ട് ചെയ്യുന്നവരുണ്ട്. അതിനൊരു കാരണം ഉണ്ടാവും. അവരുടെ അടിത്തറ ചിലപ്പോൾ കാരണമായിട്ടുണ്ടാവും. ഒരു വിദ്യാഭ്യാസമല്ല, ഒരു വീട്ടിലെ ശിക്ഷണവും രീതിയും അവർ ബന്ധപ്പെട്ട് അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ സമന്വയ വിദ്യാഭ്യാസം നേടിയ ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് നിലയ്ക്ക് ആക്ട് ചെയ്യാൻ കഴിയും. ഒന്ന്, ഏഷ്യൻ രീതിയിൽ ആക്ട് ചെയ്യുക. പ്രവാചകന്മാരെ മണ്ണാണല്ലോ ഏഷ്യ. അതേ സമയത്ത് യൂറോപ്യൻ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, അങ്ങനെ ആക്ട് ചെയ്യുക. അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. ഒരു പഴയ ആള് ചായ പെന്നും വാങ്ങി വീടിൽ പോയിട്ട്. പഴയ കാലത്ത് ഒരു തമാശയാണ്. ചായയും വാങ്ങി പെന്നും വാങ്ങി. പഴയ കാലത്തെ കഥ പറയും. പഴയ കാലത്ത് പണ്ട് അത്രയൊന്നും പരിഷ്കാരം കാര്യമൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പണ്ടത്തെ കാലത്ത് ബെന്നൊക്കെ ഇറങ്ങുന്ന കാലത്ത് ചായയും പെന്നും വാങ്ങി ബെന്നെടുത്ത് ചായയിലിട്ട്. പിന്നെ നോക്കുമ്പോൾ എന്തില്ല, ചായ കാണാനില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ബാപ്പാനെ പോലത്തെ പറയും, പണ്ടൊരാൾ പറഞ്ഞു, എന്ത് ഞാൻ ബെന്നിൻ്റെ പൈസ തരുള്ളൂ, ചായൻ്റെ പൈസ തരില്ല. കാരണം ചായ ബെന്ന് കുടിച്ചാൽ ഞാനല്ല. ബെന്ന് കുടിച്ച ചായൻ്റെ പൈസ ബെന്നിൻ്റെ അടുത്ത് വാങ്ങുക, ഞാൻ തരില്ല. മനസ്സിലായില്ല? ഇപ്പൊ ചായ ബെന്ന് ഇത് രണ്ടും കൂടിയതാണ് സമന്വയ വിദ്യാഭ്യാസം. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് ചില ആളുകളെ പിടിച്ചിട്ട് ബെന്നിനെ എന്ത് കിടും? ചായ കിടും. പിന്നെ ചായ കാണൂല, പിന്നെ ബെന്നെ കാണുള്ളൂ. യൂറോപ്പ് ആക്ട് ചെയ്യും. അതന്നെ ചായയും പെന്നും തന്നെയാണ് സമന്വയ വിദ്യാഭ്യാസം. അത് ചായയും പെന്നും ആക്കി രണ്ടാക്കി തന്നെ കൊണ്ടുനടക്കാം. ചിലപ്പോൾ പിടിച്ച് എന്ത് ചെയ്യും? ബെന്നിനെ ചായ കിട്ടുക, പിന്നെ ചായ സാധനം ഉണ്ടാവില്ല, പിന്നെ ബെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് പുറത്തു വരുന്ന പലതരം പണ്ഡിതന്മാർക്ക് യോജിപ്പില്ലാത്ത പണ്ഡിതന്മാർ ചെയ്യാൻ പാടില്ലാത്ത ആക്ടുകളാണ്. നാളെ പള്ളിയിൽ ഒത്തുപോതി ദർസ് നടത്തേണ്ട മൗലവിമാരുടെ കോലങ്ങൾ, അവരെ സാധാരണക്കാരെ പോലും നാണിപ്പിക്കുന്ന ചില ഫോട്ടോസും ചില വീഡിയോസുമാണ് ഇന്ന് പ്രചരിപ്പിക്കുന്നത്. അവരെ നാളെ ഖാദിയായി വരേണ്ടവരാ. എന്തുകൊണ്ടാണ്? ബെന്നെ കുടിച്ചു കഴിഞ്ഞു. എന്ത് ചായ ബെന്നെ കുടിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്തില്ല? ഇപ്പൊ ചായ പുറത്തില്ല, ബെന്നാണ്. അതാണ് പ്രശ്നം. ഇതാണ് ഞാനാ പറഞ്ഞതിന്റെ അർത്ഥം. പണ്ഡിതന്മാർ അങ്ങനെ പലതും ചെയ്തു. പണ്ഡിതന്മാർക്ക് ഓരോന്നിനും ഓരോ കണക്കുണ്ടല്ലോ. ഇപ്പൊ നമ്മളെ ഉസ്താദുമാര്, പഴയ കാലത്തെ സൂക്ഷ്മശാലികളായ ഉസ്താദുമാര്, അസറിന്റെ ശേഷം ഒരു തൂക്കുപാത്രം കൊണ്ട് ഒരു കുട്ടിയെ പീടിയൊക്കെ പറഞ്ഞയച്ചിട്ട് ചായ വാങ്ങി കുടിക്കും. അതേ സമയത്ത് ആ പീടിയിൽ ഇറങ്ങി കുടിക്കൂല. എന്തേ? അതിന് കാരണമുണ്ട്. എന്ത്? പീടിയക്കൊലമ പോയിരുന്ന് ചായ കുടിക്കുന്നത് മൂലയ്ക്ക് വില പറയും. എല്ലാവരും ചെയ്യുന്നത് ആർക്കും ചെയ്യാൻ പറ്റൂല, മൂലയ്ക്ക് ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ല? ഔറത്ത് പറഞ്ഞാൽ പോലെ എനിക്കിപ്പോ തുണി താഴ്ത്തിയിട്ട് മടക്കുത്തി നടന്നൂടെ? മനസ്സിലായില്ല? മുട്ട് മറയണമെന്നല്ലേ ഉള്ളൂ. പറയുമ്പോൾ മുട്ട് മറയണമെന്നല്ലേ ഉള്ളൂ. മുക്കൾ പറയണമെന്നല്ലേ ഉള്ളൂ. പുരുഷന്റെ ഔറത്ത് എത്ര? പറയ കുട്ടികളെ, പുരുഷന്റെ ഔറത്ത് എത്ര? പുരുഷന്റെ ഔറത്ത് മുട്ടുമക്കൾ മറയില്ല അല്ലേ? അതല്ലേ? ഞാനിപ്പോ നിങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു തുണിയൊക്കെ മടക്കി കുത്തി, ഞാൻ മുട്ടും പൊക്കളും പറഞ്ഞു. നിയമമൊക്കെ ക്ലിയർ തന്നെ. ഞാനങ്ങനെ നടന്നാൽ, ഞാൻ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാണ്, ഞാനങ്ങനെ നടന്നാൽ വല്ല ബലിങ്ങൾക്ക് ഈ സ്ഥാപനത്തോട് ഉണ്ടാവുമോ? അയാളെ കഥ ഉണ്ടാവുമോ? അല്ലേ? ഓരോന്നും കണക്കില്ലേ? എന്നാ നിയമം ഉണ്ടല്ലോ. മുപ്പൊരു മുട്ട് ബുക്കൾ മറിച്ചിട്ടില്ലേ? അതൊക്കെ ഒരു വർത്താനാണ്.
വാദപ്രതിവാദം നടത്തിയോണ്ട് ജയിക്കാം. മുട്ടുമുക്കൽ മറക്കലാണ് പുരുഷന്മാർക്ക് നിർബന്ധം. അത് ചെയ്തിട്ടില്ലേ മൂല്യരെ? എന്താണ് ഇവിടെ പറയുന്നത്? പറയാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞ വാദപ്രതിവാദം നടത്തണവനും എന്തെങ്കിലും സദക്ക സംഭാവന ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. വാദപ്രതിവാദം നടത്താൻ അങ്ങോട്ട് വരുമ്പോൾ സത്യമാനത്തെയും കാര്യം കൊടുക്കും. എല്ലാവർക്കും ഒരു അഭിപ്രായക്കണം. ഞാൻ പിന്നെ ബാപ്പാന്റെ ആണ്ട് ഖുറാന്റെ വലിയ ആളായിട്ട് മൂപ്പര് മുട്ടുപൊക്കള് മാർച്ച് വാദപ്രതിവാദത്തിന് വന്നവനല്ലേ. അല്ല, അതൊക്കെ തന്നെ ശരിയാണ്. പക്ഷെ എന്നാലും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു അഭിപ്രായമൊക്കെ എടുക്കാം. പിന്നെ അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന മൂല്യർക്ക് പറ്റൂല ചങ്ങായി. എല്ലാവരും നടത്തുന്ന കളി മൂല്യര് നടത്താൻ പറ്റൂല. മൂല്യരാരാ? മൂല്യര് വറസത്തുൽ അംബിയ എന്ന കേൾക്കണം. മൂല്യന്മാരെ മുത്തുനബി പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് ഇന്നും ജനങ്ങളത് മനസ്സിലാക്കണം. ഒരു വറസത്തുൽ അംബിയ ആണ്, ഒരു വറസത്തുൽ അംബിയ ആണ്. വാൽക്കണ്ണിലൂടെ പോലും തൻ്റെ കണ്ണിൻ്റെ വാൽക്കണ്ണിലൂടെ നോക്കാത്ത മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും സൂക്ഷ്മമായ ജീവിത റസൂലുള്ളാഹിക്ക്. മനസ്സിലാണ്ട് പറഞ്ഞ ഇങ്ങനെ നോക്കിയിട്ടില്ല റസൂൽ, അങ്ങനെ നോക്കിയിട്ടില്ല, ജീവിതത്തില്ല. മുഹമ്മദ് മുസ്തഫ, അതാണ് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ അനുയായികളല്ലേ നമ്മള്. മൂല്യരെങ്കിലും ശരിയാണ്ട്. അബദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്ന പരമാവധി ഓരോരുത്തരും ചില കാര്യങ്ങൾ ഒരു മര്യാദകൾ, ഒരു ചേർച്ചയില്ലാത്ത കാര്യങ്ങൾ മനുഷ്യരെ അംഗീകരിക്കുകയല്ല, ഒരിക്കലും അംഗീകരിക്കില്ല. നാടന്മാരെ നാടന്മാരെ അങ്ങനെയാണ് കാണുന്നത്. അതും നമ്മൾ ബഹുമാനിക്കണം. എന്തുകൊണ്ടാണ് അതിനെ നാടന്മാർ വിമർശിക്കുന്നത്? അവരെ മനസ്സിൽ ആലിമിന് അത്രയും പദവി ഇപ്പോഴും ഉണ്ട്. ആണോ? അല്ലേ? അതുണ്ട്. തങ്ങന്മാരെ പരയിൽ കല്യാണം നടക്കുമ്പോൾ അബദ്ധം വരാൻ പാടില്ല. എന്തുകൊണ്ട്? അതിനപ്പുറം തങ്ങന്മാർക്ക് വെയിറ്റ് ഉണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം. അങ്ങനെ കാണുമ്പോൾ നാടന്മാരെ വിമർശിക്കുന്നു. എന്തുകൊണ്ട്? തങ്ങന്മാരും നാൻഷമാരൊക്കെ ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരു തരം വഹാബിയത്തെ അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിമർശിക്കൂല. ഒക്കെ കണക്കന്നെ എന്ന് പറയും. അവന്റെ വീട്ടിൽ അവന്റെ മകളെ കല്യാണത്തിന് കുട്ടിപ്പാട്ടും ഒപ്പനയും നടത്തിയവൻ വരെ തങ്ങന്മാരെ വീട്ടിലെ നടക്കുമ്പോൾ വിമർശിക്കും. എന്തുകൊണ്ട്? അവരെ മനസ്സിൽ തങ്ങന്മാരെ പറ്റി അത്രയും വലിയൊരു സ്ഥാനമുണ്ട്. അത് നന്മയാണ്. ഇപ്പോഴും ദജ്ജാൽ വരാനായിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം. കാണുമ്പോ ദജ്ജാലിനെ നമ്മൾ വരുത്തരുത്. ന്യായമൊക്കെ പറഞ്ഞോളൂ. എന്റെ വലിയ കല്യാണം നാളെ കുട്ടിപ്പാട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ, വലിയ തങ്ങളെ വിമർശിക്കാൻ ആരാ? അങ്ങനെ ഓനോട് വെക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഒന്നാടനാണ്. അത് തെറ്റാണെന്ന് തന്നെ ഓനെ അറിയും. എന്നാലും ഓനത് ചെയ്തേക്കാം. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെയാണല്ലോ, അസറിന്റെ ശേഷം നമ്മൾ പന്തിൽക്കും, ചളിയിൽ കടന്ന് ഉരുളും, കുളം കലക്കും. അസറിന്റെ ശേഷം നമുക്ക് പോയി അവസാനം എന്തുകൊണ്ടാണ് നമ്മളെ അസറിന്റെ ശേഷം ചെളിയിൽ കിടന്ന് വീണ് അവിടെയും ഇവിടെയും ഒരു മനസ്സിലായില്ലേ? അടിച്ചപ്പോഴത്തെ പന്ത് വെട്ടിച്ച് കൊണ്ടുപോയപ്പോ അടിച്ചപ്പോഴത്തേനും മറ്റൊന്നും ഇങ്ങോട്ട് പെനാൽറ്റി കയറി അടിച്ച് വീണ് പുറത്തൊക്കെ ചെളിയായി. എന്തുകൊണ്ട് ചെളിയായത്? എന്തുകൊണ്ടാണ് തയ്യാറായത്? കുളത്തിൽ ശുദ്ധമായ വെള്ളമുണ്ട്. എത്ര ചെളിയാൾക്കും നന്നാകാൻ ഇവിടെ എന്തുണ്ട്? പറയുടെ കുട്ടി എത്ര മോശം, എത്ര ചെളിയായോനും ശുദ്ധമാക്കാൻ ഇവിടെ എന്തുണ്ട്? കുളത്തിൽ ശുദ്ധമായ വെള്ളമുണ്ട്. ചെളിയായന് എന്നാ അവിടെ എത്തിയാലും അവന്റെ ശരീരം ശുദ്ധവും ചെയ്യും. ഇവൻ പിറ്റേന്ന് പിന്നെ ആ സന്ദേശം ചളി ചാടും. എന്തുകൊണ്ട്? 5-5:30 മണിക്ക് ചെന്നാ കുളത്തിൽ കുളിക്ക, എന്നാ മഗ്‌രിബ് ഇശാ നിസ്കരിക്കും ചെയ്യാം. മനുഷ്യന്മാരെ എന്ത് എത്തും ചെയ്യും? എന്തുകൊണ്ട്? അത്തരം അബദ്ധങ്ങളൊന്നും ഇല്ലാത്ത 2 ടീമുകളുണ്ട്, ആലിമീങ്ങളും സയ്യിദന്മാരും. അവിടെ ചെന്ന് അബ്ബൻ ശുദ്ധിയാക്കാം. അവരെന്നെ കുളം കലങ്ങിയ രൂപത്തിലാണെങ്കിൽ പിന്നെ എടുക്കാൻ പോവാ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾ ചിന്തിക്കണം. കുളം കലക്കണമെങ്കിൽ ഈ കുളം നമ്മൾ കലക്കിയിട്ട് മുഷുവിനെ പിടിക്കാം. കുളം കലക്കി മുഷുവിനെ പിടിക്കാം. എപ്പോൾ കുളം കലക്കിയിട്ട് മുഷുവിനെ പിടിക്കും? എപ്പോഴാണ് ഒരാൾ കുളം കലക്കി മുഷുവിനെയും ബ്രാലിനെയും എപ്പോഴാണ് പിടിക്കുക? ആ കുളത്തിന്റെ അപ്പുറത്ത് വേറെ കുളമുണ്ട്, അതിൽ ശുദ്ധമായ വെള്ളമുണ്ട്. അല്ലെങ്കിൽ അവിടെ പുഴയുണ്ട്, അവിടെ ശുദ്ധമായ വെള്ളമുണ്ട്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതല്ലാത്തൊരു കുളം ആ നാട്ടിലില്ല. കുളിക്കാൻ വേറെ സംവിധാനവും ഇല്ല. എങ്കിലും പന്തളിക്കാൻ വരെ പോവില്ല. എന്തുകൊണ്ട്? ചെളിയായാൽ ശുദ്ധീകരിക്കാൻ പറമക്കളെ സംവിധാനമില്ല. അപ്പൊ ഈ ജനങ്ങളുടെ വിഷമത്തെ നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർക്കിടയിൽ തർക്കം നടക്കുമ്പോൾ തന്നെ നാടന്മാർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. അതിന് അവരെ നമ്മൾ മനസ്സിലാക്കണം. കുളം കലങ്ങുന്നത് കാണുമ്പോൾ കുളിക്കേണ്ട മനുഷ്യന്റെ ബേജാറെ നമ്മളെ മനസ്സിലാക്കേണ്ടുള്ളൂ. എല്ലാവരും നാശയില്ല. ഇനിയിപ്പോ മൂല്യന്മാർ നാശാണെങ്കിൽ എന്താണ് അതിന് അങ്ങനെ പറയരുത്.
എല്ലാവരും നാശായിട്ടുണ്ടെങ്കിൽ ഇവിടെ വറസത്തുൽ അംബിയ കൃത്യമായി ഉണ്ടെങ്കിൽ എന്തൊക്കെ കാലോചിതമായ കാലാനുസരിച്ച് അബദ്ധങ്ങളൊക്കെ വന്നാൽ പോലും പരമാവധി ഇപ്പൊ നമ്മളെ കുളത്തിലെ വെള്ളം ഒരു 100 കൊല്ലം 500 കൊല്ലം മുമ്പ് അത്ര ശുദ്ധത ഉണ്ടാവില്ലെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ ഉള്ള തന്നെയാണ്. എന്നാലും അത്യാവശ്യം കുളിച്ചു പോരാ. ആലിമീങ്ങൾക്ക് അബദ്ധം സംഭവിക്കുമ്പോഴത്തേനും വിമർശിക്കുന്ന സാധാരണക്കാരെ ആക്ഷേപിക്കരുത്. എന്തുകൊണ്ട്? അവർക്കൊക്കെ നന്നാക്കിയെടുക്കാൻ, നന്നാവാനുള്ള വഴി പറഞ്ഞു കൊടുക്കാനും അവർക്ക് വിശ്വസ്തതയുമുള്ള ഒരു ജനത ഇവിടെ ബാക്കിയാകണം എന്നുള്ള സന്തോഷമാണ് പറഞ്ഞതിന്റെ താല്പര്യം, ആഗ്രഹമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ അവരുടെ മാനസിക വേദനയാണ്. ചിന്തിക്കണം. അപ്പൊ അതിന് പകരം അള്ളാഹുവിന്റെ ഹബീബിന് പകരമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പകരമില്ല, ഒന്നുമില്ല. അങ്ങനെ പകരക്കാരെ സ്ഥാപിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് അത് കണ്ടെത്തണം. എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? നമ്മൾ ഈ പുറംപോച്ചിൽ അങ്ങനെ നടക്കരുത്. എല്ലാം പുറംപോച്ച് ഒക്കെ. ഇപ്പൊ ബുർദക്കാരൻ വരെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ദാരിദ്ര്യത്തെ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ وشد من سقب أحشاءه وطوى تحت الحجارة كشحا مترف الأدم. ലോലമായ ആ വയറിനെ കല്ലുകൾക്കിടയിൽ അമർത്തി വെച്ച് ദാരിദ്ര്യം സഹിച്ച് പട്ടിണി സഹിച്ച് റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചു എന്ന് ബുർദയിലുണ്ട്. മനസ്സിലായില്ല അല്ലേ? وشد من سقب أحشاءه وطوى تحت الحجارة كشحا مترف الأدم. ആ ലോലമായ ചർമ്മമുള്ള വയറ് കല്ലുകൾക്കിടയിൽ വെച്ച് അടിയിൽ വെച്ച് പട്ടിണി സഹിച്ചാണ് പുണ്യ റസൂൽ ജീവിച്ചത് എന്ന് വരി ബുർദയിലുണ്ട്. നെക്സ്റ്റ് തൊട്ടടുത്ത വരി എന്താ തൊട്ടടുത്ത വരി? തൊട്ടടുത്ത വരി പഠിച്ചാലല്ലേ ഇതിന്റെ നിഗൂഢത മനസ്സിലാവുക. തൊട്ടടുത്ത വരി വറാവദതുൽ ജിബാലു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. വലിയ വലിയ ഉയർന്ന സ്വർണ്ണമലകൾ നബിയോട് കെഞ്ചി കെഞ്ചി പിന്നാലെ കൂടിയിട്ടുമ്മ. പണിയും കിട്ടിയില്ല. റസൂലുള്ളാഹിക്ക് ഒരു കൂലിപ്പണിട്ടിങ്ങനെ പട്ടിണി നടക്കൂലായിരുന്നു. മദീനയിലെ അക്കാലത്ത് പണിയുമില്ല. ഈ ഗൾഫും സൗകര്യം അന്നോട്ട് ആയിട്ടുമില്ല. ഇന്നൊക്കെ ആണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തആലക്ക് 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്പനിയുടെ മാനേജറിനെ നബിനാക്കിയിരുന്നു. മനസ്സിലായില്ല? ഇതിന്റെ തൊട്ടടുത്ത വരി ഒന്ന് പഠിച്ചു നോക്കാം. ഇതിന്റെ നേരെ റാവദ എന്നുള്ള വാക്ക് ഖുർആൻ ഉപയോഗിച്ചത് സുലൈഖയില. وراودته التي هو في بيتها عن نفسه وغلقت الابواب وقالت هيت لك قال معاذ الله. وراودته കെഞ്ചി കെഞ്ചി പിന്നാലെ കൂടി ഈ യുവാവിനോട് ആ പെണ്ണ്. സൂറത്ത് യൂസുഫിലുണ്ട് ഈ വാക്ക്. റാവദ എന്ന വാക്ക് ഇവിടെ ഖുർആൻ റാവദ എന്ന വാക്ക് വറാവദതുൽ ജിബാൽ, സ്വർണത്തിന്റെ ഉയർന്ന പർവ്വതങ്ങൾ കെഞ്ചിക്കൂടി പിന്നാലെ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏതുപോലെ വന്നു മനസ്സിലാക്കണം. റാവദ എന്ന പദം ഖുർആനിൽ എവിടെയാ കാണുന്നത്? ഖുർആനിലെ റാവദ എവിടെയാ? എവിടെയാ? സുലൈഖയുടെ കാര്യത്തിലാണ്. ഏത് വീട്ടിലാണോ യൂസുഫ് താമസിക്കുന്നത് ആ വീട്ടിന്റെ ഉടമസ്ഥയായ പെണ്ണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം റാവദതുഹു കെഞ്ചി കെഞ്ചി പിന്നാലെ കൂടി യൂസുഫിനോട്. അല്ലത്തി ഒരു പെണ്ണ് ഹുവ യൂസുഫ് ഫീ ബൈതിഹ അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അൻ നഫ്സിഹി നിന്റെ ശരീരം എന്റെ ആവശ്യത്തിന് ഒരു തവണയെങ്കിലും താൻ ആവശ്യപ്പെട്ടു. കെഞ്ചി വന്നു. ആര്? ആര്? ഈ പെണ്ണ് യജമാനത്തി. അപ്പൊ കെഞ്ചി വരുന്ന ഒരു പ്രേമപരവശയായി കെഞ്ചി വരുന്ന പെണ്ണിനെ പോലെയാണ് ആര് വന്നത്? ഇനി മറ്റൊരുത്തേക്ക് എടുക്ക്. പ്രേമപരവശയായ കെഞ്ചി വന്ന പെണ്ണിന്റെ സ്ഥാനത്താണ് ഇവിടെ ആരുള്ളത്? പറയുടെ കുട്ടി ആരുള്ളത്? സ്വർണ്ണമലകൾ പുണ്യ റസൂലിനോടുള്ളത്.
വറാവദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബി. ഇതാരാ നിങ്ങൾ മനസ്സിലാക്കണം? അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ ശിഷ്യനാണ്. ആര്? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഈദ് ബൂസീരി. അവരെ എഴുതിയതാണ്. 600 കൊല്ലം മുമ്പ് AD 6-ാം നൂറ്റാണ്ടിലാണ് അവര്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ്. 800 കൊല്ലം മുമ്പ് 800 കൊല്ലം മുമ്പ് എഴുതിയ വരിയത്. അക്കാലത്തെ പാണ്ഡിത്യം ചെറിയ ആളുമല്ല. അതിസൂക്ഷ്മമായ ഭാഷാപരമായി അതിസൂക്ഷ്മമായ കാര്യങ്ങൾ വരെ അറിയുന്നവർക്ക് കവിത എഴുതാൻ കഴിയുള്ളൂ. കവിത അങ്ങനെ നടക്കൂല. എഴുതാ അത് മനുഷ്യമായി വലിച്ചാണ് അറിയും. മനസ്സിലായില്ല? അത്രയും ഭാഷയിൽ കഴിവുള്ളവർക്കേ എന്തിന് കഴിയൂ. അതാണ് അതിന്റെ തികവും. ഇപ്പൊ ONVയുടെ കവിതയുടെ തികവ് എന്താണ്? ONV കവിതകളുടെ ഒരു തികവ് നമ്മൾ മലയാളികൾ കാണുകയാണെങ്കിൽ ഭാഷയിൽ അത്രയും വലിയ ആളാണ് ആര്? ONV. ഒരു നോവൽ എഴുതുന്ന ലാഘവത്തോടെ എന്തിന് കഴിയില്ല? കവിത കഴിയില്ല. കവിത എന്ന് പറഞ്ഞാൽ ഭാഷാശാസ്ത്രത്തിലെ വലിയ അതുല്യത നേടിയ ഒരാൾക്കേ മനോഹരമായ കവിത എഴുതാൻ കഴിയുള്ളൂ. നോവൽ ആർക്കും കഴിയും. ഭാഷയെ ഇങ്ങനെ അങ്ങോട്ട് അമ്മാനാടണം. ആ കവിതകളെ നന്നാവുള്ളൂ. ചില കവിതകൾ നമ്മൾ കേട്ടു നിർത്തും. ചില ആളുകൾ എന്നോട് പറയും യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു പാട്ടുണ്ട് ഉസ്താദെ കേൾക്കുക. ഞാൻ പിന്നെ അവർക്ക് വേണ്ടി കേൾക്കും. എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്തുകൊണ്ട്? ഭാഷ തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിന് തന്നെ പിന്നെ വെറുതെ ഒരു രാഗം ഉണ്ടാവും. ആ രാഗത്തിലല്ല, ഭാഷയിലാണ് എന്ത് മികവ്. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. ഒരു പാട്ടിന്റെ മികവ് അതിന്റെ രുചിയിലല്ല, പിന്നെന്താ? ഭാഷ എല്ലാവർക്കും ഒരുപോലെ അല്ല. ഇപ്പൊ ഉദാഹരണം പറയാം, മഴക്കെന്താ അറബി വാക്ക്? മത്തർ. ഖുർആനിൽ എന്താ പറഞ്ഞത്? ഖൈസ്. എന്റെ രണ്ടിനും മഴ, രണ്ടും ഒരു മഴയല്ല. രണ്ടും ഒരു മഴയല്ല. കറ അടിച്ചു, ലറബ അടിച്ചു, രണ്ടൊരടിയല്ല. രണ്ടും ഒരടിയല്ല. ഭാഷ അറിയുന്നവർക്കറിയാം, മറ്റവർക്കൊക്കെ ഒരുപോലെയാണ്. ഭാഷ അറിയുന്നവർക്കറിയും. മരിച്ചു എന്ന് പറഞ്ഞാലും ദിവംഗതനായെന്ന് പറഞ്ഞാലും മരിച്ചു എന്നല്ലേ അർത്ഥം? മരിച്ചു എന്ന് പറഞ്ഞാലും അന്തരിച്ചു എന്ന് പറഞ്ഞാലും ദിവംഗതനായി എന്ന് പറഞ്ഞാലും ചത്തു എന്ന് പറഞ്ഞാലും ജീവൻ പോയി എന്ന് പറഞ്ഞാലും എന്താ എന്റെ അർത്ഥം? കുഴിച്ചിടാനുള്ള പരുവത്തിലായി അതല്ലേ എന്റെ അർത്ഥം. പ്രധാനമന്ത്രി ചത്തുപോയി അങ്ങനെ പറയും. അപ്പൊ ചോദിച്ചെത്ര പോയല്ലേ? ഞാൻ ചത്തുപോയി എന്നാണോ? ഒക്കെ കൃത്യമല്ലേ? ആ കോഴി ചത്തു. നല്ല മലയാളം എന്ന പന്മനയുടെ പുസ്തകം എന്റെ ഓർമ്മ. പ്രധാനമന്ത്രി പട്ടിക്കാട് സന്ദർശിച്ചു എന്ന് ഹെഡിങ് എഴുതാൻ പത്രക്കാരൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോശപ്പെട്ട പത്രക്കാരൻ ആയിരിക്കും. പന്മനയുടെ പുസ്തകത്തിലാണോ ഞാനത് വായിച്ചു. ഹെഡിങ് ഉണ്ട്. ഹെഡിങ് ഒരു പുസ്തകത്തിൽ എഴുതി പ്രധാനമന്ത്രി പട്ടിക്കാട് സന്ദർശിച്ചു അങ്ങനെ എഴുതി. അപ്പൊ അവിടെ മനസ്സിലായില്ലേ പറഞ്ഞത്? ഞാൻ ഇന്നത്തെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മളെ പട്ടിക്കാട് പന്മതത്തെ നമ്മളെ പട്ടിക്കാട് കണ്ട് എഴുതിയതല്ല. അതൊരു ഭാഷയാണ്. പ്രധാനമന്ത്രി പട്ടിക്കാട് സന്ദർശിച്ചു എന്ന് എഴുതാൻ പാടില്ല. നമ്മളെ മുൻഗാമികൾ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ നാടിനോട് എന്ത് പേരിട്ട്. നമുക്ക് പട്ടിക്കാടല്ല, ഫൈലാബാദാണ്. പഴയ കാലത്ത് ഫൈലാബാദിനെ അറിയുള്ളൂ. ഇന്ത്യ കുട്ടിക്കാലത്തെ നോട്ടീസിലൊക്കെ ഫൈലാബാദാണ്. ഇപ്പോഴാണ് അന്തം കുന്തം ഇല്ലാത്തതുകൊണ്ട് പട്ടിക്കാട് നിറയിൽ തുടങ്ങിയത്. ഇപ്പൊ നമ്മളൊരു തരം പട്ടിക്കാടന്മാർ തന്നെ ആണേനും. എന്റെ കുട്ടിക്കാലത്ത് ജാമിയ നൂരിന്റെ നോട്ടീസുകളിൽ പട്ടിക്കാട് നല്ലവിടെ ഉണ്ടാവാറുള്ളത് ഫൈലാബാദ്. എന്റെ ആ നാടിന് എന്താണ് പേര്? പട്ടിക്കാട് എന്നതുകൊണ്ടാണ് ഫൈലാബാദ് എന്ന് അവർ മാറ്റിയിട്ടത്. അതിൽ പ്രസിദ്ധമായിട്ട് ഒരു കാലത്ത് നമ്മൾ ഫൈലാബാദിനെ നമ്മളെ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പന്മനയുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ അത് കൃത്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ട്? ആ ഭാഷ ചേർക്കാൻ പറ്റൂല. പ്രധാനമന്ത്രിയിലേക്ക് ചേർക്കാൻ പറ്റാത്ത വാക്കാണ് എന്ത്? പട്ടി. എന്നാ പ്രധാനമന്ത്രിക്ക് പട്ടിക്കാട് സന്ദർശിക്കണം. പട്ടിക്കാട്ടുകാർക്ക് പ്രധാനമന്ത്രിയെ കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഭാഷ മാറ്റണം. ഫൈലാബാദാക്കി ഇനി എവിടെയാണ് സന്ദർശിക്കാം? പ്രധാനമന്ത്രി ഫൈസാബാദ്. ഓക്കെ, പ്രധാനമന്ത്രി പട്ടിക്കാട്ട്. ചില ഭാഷകൾ അങ്ങനെയാണ്, ചില ഭാഷകൾ പറ്റൂല.
മനസ്സിലാണ്ട് പറയുന്നത് വളരെ ചിന്തിക്കണം. ഒരു ഭാഷ ചിലത് ചെല്ല ഭാഷ ഒരു പോലെ ചത്തു, ദിവംഗതനായി, മരിച്ചു, ജീവൻ പോയി, ഇതൊക്കെ സംഗതി ഒന്ന് തന്നെയല്ലേ. പക്ഷെ എല്ലാം ഒരുപോലെയല്ല. അതതിന്റെ ഭാഷ തന്നെ പറ്റുള്ളൂ. അപ്പൊ അക്കാലത്ത് അത്രയും വലിയ ഭാഷാശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ആര്? ബൂസിരി. അവരാണ് ഇവിടെ റാവത എഴുതുന്നത്. നിങ്ങൾ വിചാരിക്കും അതൊരു കവിതയല്ലേ? അത് അത്രയും ഭാഷാ നൈപുണ്യമുള്ള ഒരാൾ എഴുതിയ കവിതയാണ്. എന്റെ റാവത കൊണ്ടുവരാനുള്ള കാരണം, പ്രേമപരവശയായി കെഞ്ചി വന്ന സുലേഖയോടാണ് ഇവിടെ എന്തിനെ ഉപമിച്ചത്? സ്വർണത്തിന്റെ മലകളെ. അപ്പൊ ആ മലകളുടെ കൊതി എന്താണ്? നബി അതിനെ അല്പെങ്കിലും എടുക്കലാണ്. എന്നിട്ടത് എടുക്കാതെയാണ് നബി മുശദ്ദമിൻ സഹബിൻ എന്ത് ചെയ്യണത്? വയറ് കെട്ടി ജീവിച്ച്. അപ്പൊ എന്ത്? അത് നബിയുടെ അനിവാര്യതയാണ്, കുടുങ്ങിയിട്ടല്ല. ഈ പട്ടി നടന്ന് കുടുങ്ങിയിട്ടാണ്. നബി പട്ടി നടന്നത് എങ്ങനെയല്ല പറേ. ആ വയതിൽ കരയേണ്ട ഒരാവശ്യമല്ല. നബി പട്ടിണി നടന്നല്ലോ എന്ന് പറഞ്ഞ് കരയണ്ട. നബി പട്ടിണി കിടക്കണം. അത് നബിയുടെ നിറവാണ്. 2 മരുമക്കളുണ്ട്. ഒന്ന് മുതലാളി, മറ്റൊരു മരുമകനുണ്ട് ദരിദ്രൻ. എന്നാൽ ഇൽമിന്റെ ഇർസ് ഹബീബായ റസൂലുള്ളാഹി കൊടുത്തത് ഈ മരുമകനിലാണ്. ആര്? സയ്യിദുനാ അലി. ഉസ്മാനേക്കാൾ മഹാനല്ലേ? ആണ്, 100% പക്ഷേ അന മദീനത്തുൽ ഇൽമി ഉസ്മാൻ ബാബുഹാന്ന് ഹദീസില്ല. അന മദീനത്തുൽ ഇൽമി അലിയുൻ ബാബുഹാന്നേ ഹദീസുള്ളൂ. എന്റെ ദരിദ്രനാണ്. ദാരിദ്ര്യം മനുഷ്യന് നിറവ് കൊടുക്കും. അവിടൊക്കെ പഠിക്കണം. നമ്മൾക്കിപ്പോ ഒന്ന് തിന്നാണ്ടാകലാണ് നിറവ്. നമ്മൾ പഴയ കാലത്ത് നമ്മുടെ രീതികൾ പോലും മാറി. അപ്പൊ പണ്ടത്തെ കാലത്ത് ഭക്ഷണം ദർസിൽ പോയ ഭക്ഷണം മര്യാദക്ക് കിട്ടൂല. അത് ബാപ്പാരോട് പറയാൻ പറ്റൂല. തിന്നാൻ കിട്ടാത്ത ഇവിടെ എന്ന് പറയരുത്. അടി കിട്ടിയ ഇവിടെ എന്ന് പറയരുത്. ദർസിൽ തിന്നാൻ കിട്ടിയില്ലെങ്കിൽ പറയരുത്. അടി കിട്ടിയ പറയരുത്. ഉസ്താദ് അടിച്ചു പറയരുത്. മര്യാദക്ക് തിന്നാൻ കിട്ടില്ല പറയരുത്. ഇതിപ്പോ നമ്മളെ കുട്ടികളെ രക്ഷിതാക്കൾ ഉസ്താദിനോട് ചോദിക്കും, ഇന്നെന്താ കറിക്ക് ചോറ്റിക്ക് കറി എന്താ? എന്താ തൊട്ട് കൂട്ടാൻ? എന്താ തോണ്ടി കൂട്ടാൻ? ഞാൻ കോടങ്ങാട് ഓതിയിരുന്ന കാലത്ത് നമ്മൾ ഇടക്കിടക്ക് ദ്വാർക്കും കർമൂസമരം വീണു പോകാൻ വേണ്ടിയിട്ട്. കാരണം കർമൂസമരം അല്ലാത്തൊരു ഭക്ഷണമല്ല ഉച്ചക്ക്. കർമൂസ അതിൽ വെള്ളം ഒഴിക്കും. അതിൽ തന്നെ നമ്മൾ വേഗം എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ വേഗം കർമൂസ കറി ഇങ്ങോട്ട് ഒഴിക്കണതോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്നെങ്കിൽ തടഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം ഒരു വൈക്കും. കറിയും കർമൂസയും ഒരു ബന്ധം ഉണ്ടാവും. എന്നാലും വീട് പറയാൻ പറ്റേ ബാപ്പാനെ തല്ലിട്ടു. എനിക്ക് അതെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അതും ഇല്ലാതെ ചെയ്യും. എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചോറ്റിന് വേണ്ടി ഒരു വീട്ടിലേക്ക് ദർസിന്റെ കാലത്ത് ചോറ്റിന് വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് ഒരു ലേശ ചോറ കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അവര് ഒരു ഇല കൊണ്ടുപോകും. ആ ഇലയിലേക്ക് ഈ ചോറ് കുറച്ച് തട്ടും. എന്നിട്ട് കുറച്ച് അവിടെ ഇരുന്ന് കഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് ഈ ഇലയിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് അത് അരയത്തിരിക്കും. ബാപ്പ പറഞ്ഞ വർത്താനം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ബാപ്പ കുറച്ച് ദർസിൽ ഓതിയിട്ടുണ്ട്. അപ്പോൾ ബാപ്പ പറഞ്ഞ വർത്താനാണ്, ഒരു വീട്ടിലേക്ക് ചെന്നാൽ കുറഞ്ഞ ചോറേ ആ വീട്ടിൽ കൊടുക്കാനുള്ളൂ. അപ്പോൾ കുറഞ്ഞൊരു പാത്രത്തിൻ്റെ മൂട്ടിൽ കുറച്ച് ചോറ് കിട്ടും. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നു എന്ന നിലയിൽ കുറച്ച് ചോറ്. ആ പാവങ്ങൾ അത്രയും പാവങ്ങളാണ്. ചിലപ്പോൾ ആ വീട്ടിലെ ആളുകൾക്ക് മുഴുവൻ കഞ്ഞിയായിരിക്കും. രാത്രിത്തെ ചോറാണ് ഈ പറയുന്നത്. ഉച്ചക്കെന്ന ചോറില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ ചോറില്ല. അപ്പോൾ ഒരു വാരിലൊക്കെ അവിടുന്ന് വാരിയിട്ട് കഴിച്ച് കയ്യും കഴുകി വയർന്ന് ഇറങ്ങിപ്പോരും. എന്നിട്ട് എന്തിനാണിത്? അപ്പോൾ വാപ്പ പറയുന്നത്, ആ പുരയെന്ന് 1-2 കിലോമീറ്റർ നടക്കണം പള്ളിയേക്ക്. ആ പള്ളിക്കലേക്ക് നടക്കുമ്പോഴത്തേന് ഇത് പറ്റ വിഷ്ണു. അപ്പം എന്ത് ചെയ്യുക? ഓരോ വറ്റിങ്ങനെ കുറിച്ച് പോന്നാൽ പള്ളിയിലെത്തുമ്പോൾ നിറഞ്ഞ മാതിരി തോന്നും. പിന്നെ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. നിങ്ങൾ നോക്കിയ ഒരു കാലം. കർമൂസക്കറിയും ചോറും ഉള്ളൂ എന്നാ പറയുമ്പോൾ ചോറ് മര്യാദക്ക് കിട്ടണില്ലേ? കറി കർമൂസായാലും എന്താണ്? ആ ഭർത്താൻ ഇവിടെ വന്ന് പറയരുത്. അങ്ങനെയാണ് എൻ്റെ ദർസ് എന്നെ പഠിപ്പിച്ചത്. ഇന്ന് കുട്ടികൾ നമ്മൾ വിളിച്ചു ചോദിക്കും, വേണമെങ്കിൽ ഉസ്താദിനോട് പറയും ചെയ്തേക്കാം. എന്ത് ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല നല്ല ഓരോ നേരം ബിരിയാണിയും മറ്റും കൊടുക്കണ സ്ഥാപനങ്ങൾ എത്രയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പം നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചേർത്ത്. ഈ കുട്ടികളാണ് നാളെ വറസത്തുൽ അംബിയാകാൻ വരുന്നത്. ബിരിയാണി തിന്നിട്ട് ഇവിടെയൊക്കെ ചെയ്ത് ചില സാധനങ്ങൾ പറ്റിപ്പിടിച്ചവരാണെങ്കിൽ വറസത്തുൽ അംബിയാകാൻ വരുന്നത്.
തിന്നിട്ട് പള്ളി ഇവരും തമ്മിൽ ഒരു മുക്കാൽ ഫർലോങ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. തിന്ന് കൂറ്റം കുത്തിയിട്ട്. നമ്മളിപ്പോ ഈ വറസത്തുൽ അംബിയാകാൻ നടക്കണം. നമ്മളെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വറസത്തുൽ അംബിയാകാൻ നടക്കുക. നമ്മൾ വറസത്തുൽ അംബിയായിൽ പെടൂല എന്ന് പറഞ്ഞാൽ അന്നും മടങ്ങിപ്പോയാൽ പിന്നെ മൗലൂദിന് പൈസ കൊടുക്കാനാണ് വരും. നമ്മളെ പള്ളിയും നമ്മളും തമ്മിൽ ഫർലോങ് ദൂരത്തിലാണ്. അതെന്തേ? പള്ളിയിലില്ലല്ലോ. അത് കുറ്റായിട്ട് പറയല്ല. പുണ്യ റസൂൽ എവിടെ? എന്തുകൊണ്ട് പട്ടിണി കിടക്കാണ്? എന്തിനാണ് പട്ടിണി കിടന്നത്? ഒരു മുല്ലം മുഴുവൻ ബിരിയാണി കഴിച്ചോറ് എന്നല്ല മൊയ്തീൻ ഷേഖിന്റെ കവിതയിലുള്ളത്. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നവർ 1 കൊല്ലം തിന്നിട്ടന്നില്ല. അപ്പോഴാണ് ആ സ്ഥാനത്തെത്തിയത്. ഊണുമില്ല, ഉറക്കമില്ല. ഊണും ഉറക്കം. നമ്മൾ മനസ്സിലായില്ല. നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണി കഴിഞ്ഞിട്ട് രാത്രി ഒരു പരിപാടിന്റെ ഇടയിൽ അസറിലുണ്ട് എന്ത്? ഒരു നിക്കാഹ്. അതിൽ വേറൊരു ബിരിയാണി, എന്റെ ബിരിയാണി എന്നറിയാം. മനസ്സിലായില്ല. അതായത് രാത്രി ബിരിയാണിക്ക് 9 മണിയാവും. ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഇടക്കാണെങ്കിൽ 4 മണിക്ക് വേറെ എന്ത് കയറിയത്? ഒന്നിരിക്കൽ പൊറാട്ടയും പിന്നെ ചിക്കനും, അല്ലെങ്കിൽ എന്ത് നമ്മൾ വറസത്തുൽ അംബിയായിൽപ്പെട്ട മഹാന്മാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാഹുവിന്റെ റസൂലോ പറയാനല്ല, കരയേണ്ട ഒന്നുമില്ല. അതൊരു പരിശീലനാണ്. അള്ളാഹുവിന്റെ പക്ഷത്തു നിന്നുണ്ടായ പുണ്യ റസൂൽ തെരഞ്ഞെടുത്ത പകരം ഒരാളില്ല. അപ്പൊ യഥാർത്ഥ കാഴ്ച കാണാൻ കഴിഞ്ഞു. രാജാക്കന്മാരെ വിരുന്നും ഭക്ഷണവും സൗകര്യവും സ്വർണപാതുകങ്ങളും എല്ലാം കൂട്ടം എവിടെയും കൂട്ടത്തിനും കുടുംബത്തിനും കൊടുത്തിട്ട് സ്വർണം ബാക്കി. ആരാണ്? ബഗ്ദാദിലെ ഏറ്റവും വലിയ പ്രിൻസിപ്പാളാണ്. അപ്പോഴാണ് ഇമാം ഗസ്സാലിക്ക് തോന്നിയത് റളിയല്ലാഹു അൻഹു, എനിക്കിത് ശരിയാവില്ല. അതിനാട് വിട്ടു. പിന്നെ പട്ടിണി കിടന്നു. 10 കൊല്ലം പട്ടിണി കിടന്നു. 10 കൊല്ലം പട്ടിണി കിടന്നപ്പോൾ ഒരിക്കൽ സഖ്റത്തുൽ മിഅ്റാജ് എന്ന ആ ഖുബത്തുൽ സഖ്റ ഇല്ലേ, അതിന്റെ താഴെ ഒരു രാത്രി ഇരിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ഫതഹ് ലഭിച്ചു. ആർക്ക്? ഇമാം ഗസ്സാലിക്ക് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരാൺകുട്ടി പിന്നെ മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. പട്ടിണി നടന്ന് നേടിയതാണ്. പട്ടിണി കിടന്ന്. എപ്പോഴാ പട്ടിണി നടക്കണേ? മദ്രസത്തുൽ നിസാമിയത്തിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഞാൻ രാജിവെക്കുകയെന്ന് പറഞ്ഞപ്പോൾ രാജാവ് തമാശ വിചാരിച്ചു. അതൊരാൾ രാജിവെക്കൂല. അത്രയും വലിയ സ്ഥാനാണത്. പിന്നെ രാജാവിനെ പതിയെ മനസ്സിലായി ഇത് കാര്യം പറയാണ്. ആ ചാൻസ് അവിടെ ഒഴിച്ചിട്ടു. എപ്പോഴും എന്താ പറഞ്ഞ ഹജ്ജിന് പോവാണ്. അപ്പൊ രാജാവ് സമ്മതിച്ചു. കാരണം ഹജ്ജിന് പോകുമ്പോൾ സമ്മതിക്കണല്ലോ. തിരിച്ചു വന്നാൽ വീണ്ടും സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പോയി. പിന്നെ തിരിച്ചു തന്നെ 11-ാം കൊല്ല പട്ടിണി കിടന്നിട്ട്. ഹജ്ജ് ചെയ്തതും 11-ാം കൊല്ല. ഹജ്ജ് ചെയ്തത് 11-ാം കൊല്ല. കാരണം ഹജ്ജൻ ചെയ്താൽ പോരല്ലോ. ഈ കല്ലെറിയലും ഈ അറഫയിൽ നിൽക്കലും നടന്നാൽ പോരല്ലോ. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്ന റബ്ബ്? ആ റബ്ബിനെ കുറിച്ചൊരു ഏകദേശ ധാരണയെങ്കിലും വേണ്ടേ? അതിനു വേണ്ടിയാണ് അലഞ്ഞത്. ആര്? ഇമാം ഗസ്സാലി. അപ്പൊ അല്ലാഹു ഫത്വാണ് കൊടുത്തു. നമുക്ക് ബിരിയാണിന്റെ മേൽ ബിരിയാണി ഉണ്ടാവുമ്പോ ഫത്വ വരൂല. ഫത്വ കിട്ടൂല. 10,000 കിട്ടും. ഫത്വവും 10,000 ഒന്നല്ല. നമുക്ക് 10,000 കിട്ടും. 10,000 കിട്ടും. മനസ്സിലായില്ല? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 10,000 കിട്ടും. 10,000 കിട്ടൂല. 10,000 കിട്ടും. 10,000 കിട്ടിയാലേ വാരിസുൻ നബിയാവുള്ളൂ. 10,000 കിട്ടണം. 10,000 കിട്ടാതാക്കുമ്പോൾ നമ്മൾ 10,000 കൊണ്ട് മതിയാക്കും. അപ്പൊ എല്ലാവർക്കും നല്ല 10,000 ഉണ്ടാവും. സോഴ്സ് ഓഫ് ഇൻകം 10,000-ത്തിനാണ് ഇന്ന് സോഴ്സ് ഓഫ് ഇൻകം. എല്ലാവർക്കും സോഴ്സ് ഓഫ് ഇൻകം. ജീവിത ലക്ഷ്യം സോഴ്സ് ഓഫ് ഇൻകം ആണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് യൂറോപ്പാണ്. ആ യൂറോപ്പിനെതിരായിട്ടാണ് പുണ്യ റസൂൽ വന്നത്. ജീവിതത്തിന്റെ മാർജിൻ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഇൻകം അല്ല. ജീവിതത്തിന്റെ സുരക്ഷിതത്വം സോഴ്സ് ഓഫ് ഇൻകം അല്ല. എന്തുകൊണ്ട്? ആരേറ്റതാണ്? ജല്ല ജലാലായ റബ്ബേറ്റിട്ടുണ്ട്. പിന്നെന്തിനാണ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ ബേജാറാവുണ്ട്? ഉണ്ടായിക്കോട്ടെ, അത് നമ്മളെ മർമ്മല്ല. ഒരാൾക്ക് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായില്ല. ഒരു മുതലാളിയോട് കാര്യം പറയാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? സോഴ്സ് ഓഫ് ഇൻകം മുടങ്ങും. സോഴ്സ് ഓഫ് ഇൻകം റബ്ബിൽ നിന്ന് മനസ്സിലാക്കിയാൽ ആരോടും കാര്യം പറയാം. മുടങ്ങിയാൽ എന്താ? മുടങ്ങിയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. റബ്ബ് മുടക്കാൻ നഷ്ടം.
അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. യമംതു റസൂലല്ലാഹി അവസാനിപ്പിക്കാം. ത്വാഹൽ മുഖദ്ദസ അനിൽ അൽദി വൽ അൽദാദി അനിൻ നിത്തി വൽ അൽദാദി അസ്ലൻ മുഅസ്സസ റസൂലുൻ വഅസ്ലുൻ നാസി മാഉൻ വജന്ദലു ഫലാ ഇൻസ ഫീ ദാക സമാനി മുഅന്നിസാ. റസൂലുൻ റസൂലാണ് എന്ന് വഅസ്ലുൻ നാസി മാഉൻ മനുഷ്യരുടെ അടിസ്ഥാനമായ ആദം മാഉൻ വജന്ദലുൻ മണ്ണും വെള്ളവുമായ കാലത്തും ഈ ആൾ റസൂലാണ്. ഇയാൾ മനുഷ്യനുമല്ല, പിന്നെ ആരാണ്? റസൂല. മനുഷ്യനുമായിട്ട് പിന്നെ അതിന്റെ അപ്പുറമായാലല്ലേ റസൂലാവുള്ളൂ. മനുഷ്യരുടെ അസിലെന്ന് പറയുന്ന ആദം അന്ന് വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇടയിൽ കിടക്കുക, അന്നും ഈ ആൾ ആരാണ്? ഫലാ ഇൻസ ഫീ ദാക സമാൻ അക്കാലത്തൊരു മനുഷ്യനുമില്ല. മുഅന്നിസൻ എന്തെങ്കിലും ഒരു നിർവൃതി നൽകുന്ന നിലയിൽ, എന്തെങ്കിലും ഒരു നിർവൃതിക്ക് ആരുമില്ല, വേറൊരാൾ വർത്താനം പറയാനില്ല. മനസ്സിലായില്ലേ? റസൂലും മിനൽ റസൂലും വഅസ്ലുൻ നാസി മാഉൻ വജന്ദലു ഫലാ ഇൻസ ഫീ ദാക സമാനി മുഅന്നിസാ. റസൂലുൻ വന്ന റസൂലാണ്, എന്ന റസൂലാണ്. വഅസ്ലുൻ നാസി മാഉൻ വജന്ദലുൻ വഅസ്ലുൻ നാസ് മനുഷ്യന്റെ അസ്ലാകുന്ന ആദം മാഉൻ വജന്ദലുൻ അന്ന് വെള്ളവും മണ്ണുമാണ്. അക്കാലത്തും റസൂലാണ്. ആര്? മുഹമ്മദ് മുസ്തഫ. അക്കാലത്തൊരു ഒരു മനുഷ്യനുമില്ല. മുഅന്നിസൻ നിർവൃത്തി നൽകുന്ന നിലയിൽ, തനിക്കൊന്ന് മിണ്ടി സംസാരിക്കാൻ അന്ന് ആരില്ല, ഒരാളില്ല. അന്ന് ഈ ആള് ആരാണ്? റസൂൽ മുഹമ്മദ് മുസ്തഫ. നമുക്കൊന്ന് വർത്താനം പറയാൻ അങ്ങനെ ഒരാളില്ല. അന്ന് ഈ ആളുണ്ട് താനും. അന്ന് ആദമോ ഇല്ല. ആരുണ്ട്? മുഹമ്മദ് മുസ്തഫ ഉണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞ് ചിന്തിക്കണം. അതാണ് പുണ്യ റസൂൽ. പകരം ഒരാളില്ല, പകരം ഒരാളില്ല. ആദമും ആദമിന്റെ പിറകെ വന്നവരും എൻ്റെ കൊടിയുടെ ചുവട്ടിൽ നിൽക്കേണ്ടി വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദമും ആദമിന്റെ പിറകെ വന്നവരും എൻ്റെ കൊടിയുടെ താഴെയായിരിക്കും, ചുവട്ടിലായിരിക്കും. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി അടുത്ത ക്ലാസ്. അല്ലാഹു തആല നാഫിഅ ഇൽമുണ്ട് അനുഗ്രഹിക്കട്ടെ.